السلام عليكم ورحمة الله. صباح الخير. أيوة صباح النور. كيف حالكم؟ كيف حالك؟ طيب الحمد لله. ودرسنا في الدرس الماضي قصة حامد وسالم. نعم، كان حامد مدرسا. يوما رأى حامد ولدا ضريرا في محطة القطار. نعم. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലേ, മാഷ് സ്കൂളിൽ പോകുന്ന വഴിക്ക് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ണ് കാണാത്ത ഒരു കുട്ടിയെ കണ്ടു അല്ലെ. അവന്റെ പേരെന്തായിരുന്നു? അയ്യോ, സാലിം. നല്ല മിടുക്കന്മാരാണ്, ഒക്കെ നല്ല വായിച്ചിട്ടുണ്ടല്ലേ. ശരി, അപ്പൊ നമ്മൾ അവസാനം പറഞ്ഞു ഹാമിദ് മാഷ് ഈ സാലിം കരയുന്നത് കണ്ടപ്പോ അവന്റെ അടുത്തേക്ക് ചെന്നു അല്ലെ. അങ്ങനെ ഈ ചിത്രം നോക്കിയിട്ടാണ് ഇന്നലെ നമ്മൾ അവസാനിപ്പിച്ചത് അല്ലെ. തൊട്ട് ശേഷമുള്ള പേജ് നോക്കൂ, അവിടെ എന്താണ് ശേഷം നടന്നത് നമുക്ക് നോക്കാം. അവിടെ കൊടുത്തിരിക്കുന്ന ഹെഡിങ് എന്താ നോക്കൂ. മൽഉൻവാൻ. എന്താണ് ഹെഡിങ്? തലക്കെട്ട് എന്താണ്? ലാ തഹ്സൻ അന മഅക. എന്താണ്? ലാ തഹ്സൻ അന മഅക. ഇൻഷാ അല്ലാഹ് എന്താന്നുള്ളത് നമുക്ക് ഇത് കഴിയുമ്പോഴേക്കും ഇൻഷാ അല്ലാഹ് മനസ്സിലാവും കേട്ടോ. അപ്പൊ നമുക്ക് ആ സംഭാഷണം ഒന്ന് വായിച്ചു നോക്കാം അല്ലെ. ഹമീദ് മാഷും സാലിമും തമ്മിൽ നടന്നിട്ടുള്ള സംഭാഷണം എന്താ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഹമീദ് മാഷ് എന്ത് പറഞ്ഞു? അസ്സലാമു അലൈക്കും. സാലിം വഅലൈക്കും അസ്സലാം. എന്താണ് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാല്? അതിന് മറുപടിയെ കൊണ്ട് നമ്മളെപ്പോഴും പറയുന്ന വഅലൈക്കും അസ്സലാം. എന്താണ് അതിന്റെ രണ്ടിന്റെ അർത്ഥം? നമ്മളിപ്പോ അത് പറയുന്നില്ല. നിങ്ങൾക്ക് ഇന്നൊരു വർക്ക് അതിരിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം എന്നതിന്റെ അർത്ഥം ഒന്ന് കണ്ടെത്തി വരണം അല്ലെ. സിമ്പിൾ ആണ്, എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മള് ചെറുപ്പം മുതലേ നമ്മൾ പറഞ്ഞു വരുന്ന സംഗതിയാണ് അല്ലെ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മറുപടി പറയുന്ന സംഗതിയാണ്. അപ്പൊ അതിന്റെ അർത്ഥം കൃത്യമായിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും നിങ്ങളത് അന്വേഷിച്ച് കണ്ടെത്തി നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം രണ്ടിന്റെയും അർത്ഥം കൂടി എഴുതി വരണം കേട്ടോ. ഓക്കെ, ബാക്കി നോക്കാം നമുക്ക്. ഹമീദ് മാഷ് ചോദിച്ചു, മൻ അൻത? മൻ അൻത? നീ? മൻ? അയ്യോ, നീ ആരാണ്? വെരി ഗുഡ്. മൻ അൻത? നീ ആരാണ്? മാഷ് ചോദിക്കാണ്, ആരാണ് മോനെ നീ? നേരത്തെ പറഞ്ഞു സാലിം കരഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പൊ കരഞ്ഞോണ്ട് തന്നെ പറയാം, ബ്രാക്കറ്റില് ബാക്കിയൻ. നേരത്തെ പറഞ്ഞു വഹുവ യബ്കി, അവൻ കരയുന്നു. ഇവിടെ പറഞ്ഞു ബാക്കിയൻ, കരഞ്ഞുകൊണ്ട്. എന്ത് പറഞ്ഞു? അന സാലിം. ഞാൻ ആരാണ്? അന സാലിം. മാഷോട് പറയാണ്, ഞാൻ സാലിമാണ് മാഷ്, എന്റെ പേര് സാലിം ആണ്. ഹാമിദ് മാഷ് ചോദിക്കാണ്, അൻത വഹീദുൻ? മാഷ് സാലിമിനോട് എന്താ ചോദിച്ചത്? അൻത വഹീദുൻ? വാഹിദ് നമ്മൾ പഠിച്ചിട്ടില്ല. വാഹിദുൻ, ഇസ്നാൻ, സലാസ, വാഹിദുൻ. അയ്വ, ഒന്ന്. വഹീദുൻ നമ്മൾ എങ്ങനെ ചോദിക്കുക? ഒരാളെ കാണുമ്പോ നീ ഒന്നാണോ ചോദിക്കും അല്ലല്ലോ. എന്താ ചോദിക്കുക? എന്തായിരിക്കും? അയ്വ, വെരി ഗുഡ്. എന്താണ്? ഒറ്റക്ക്. വഹീദുൻ, ഒറ്റക്ക്. അൻത. അൻത നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞു. അൻത, നീ. അൻത. നോക്കൂ, വ്യത്യാസം മനസ്സിലാക്കണം കേട്ടോ. അൻത എന്ന് പറഞ്ഞാൽ നീ. അൻത ചോദ്യമാണ്, നീയാണോ? വഹീദൻ, ഒറ്റക്ക്. അപ്പൊ എങ്ങനെ പറയാം? നീ തനിച്ചാണോ? നീ ഒറ്റക്കാണോ? എന്റെ കൂടെ വേറെ ആരും ഇല്ലേ? അൻത വഹീദുൻ, നീ ഒറ്റക്കാണോ സാലിമേ? സാലിം എന്ത് മറുപടി പറഞ്ഞു നോക്കൂ. നഅം യാ അമ്മി. നഅം യാ അമ്മി. അമ്മുൻ എന്ന് പറഞ്ഞാൽ, അമ്മുൻ എന്ന് പറഞ്ഞാൽ ശരിക്കും അറബിയിൽ അർത്ഥം എളാപ്പ എന്നൊക്കെയാണ് അർത്ഥം. നമ്മൾ ഉപ്പാന്റെ സഹോദരനെ പറയില്ലേ അല്ലെ, എളാപ്പ എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ ഉദ്ദേശിക്കുന്ന നഅം യാ അമ്മി, നമ്മൾ പറയില്ല അതേ കാക്ക. കാരണം ഈ സാലിമിനെ അറിയോ? അത് മാഷാന്ന് അറിയില്ലല്ലോ അല്ലെ. അറിഞ്ഞാലല്ലേ ആ മാഷ എന്ന് പറയുള്ളൂ. അപ്പോ സാലിമിനെ ഈ നിൽക്കുന്നത് ആരാന്നറിയില്ല. അപ്പോ ഇങ്ങനെ ചോദിച്ചപ്പോ നീ ഒറ്റക്കാണോ മോനെ ചോദിച്ചപ്പോ
തിരിച്ച് സാലിം എന്താ മറുപടി പറഞ്ഞു? അതെ കാക്ക, കാക്ക ഞാൻ ഒറ്റക്കാണ്. കണ്ണ് കാണാത്ത സാലിം ഒറ്റക്ക് റെയിൽവേ സ്റ്റേഷനിലോ? അങ്ങനെ സംഭവിക്കൂല അല്ലെ, സാധ്യത കുറവാണല്ലോ അല്ലെ. അപ്പൊ മാഷ് ചോദിക്കാണ്, കൈഫ വസൽത ഹുന, കൈഫ വസൽത ഹുന, കൈഫ, കൈഫ എങ്ങനെ, കൈഫ എങ്ങനെ, വസൽത, വസല എത്തി, വസൽത നീ എത്തി. മാഷി ചോദിക്ക എങ്ങനെയാണ് നീ എത്തിയത്? ഹുന, ഹുന ഇവിടെ. അപ്പൊ അവിടെ എന്നുള്ള എന്താ പറയാ? നമ്മള് ഹാദ ദാലിക്ക ഒക്കെ പഠിച്ചിട്ടില്ലേ? ഹാദ എന്ന് പറഞ്ഞാൽ ഇത്, ഇവിടെ ഉള്ളതിന് പറയും അല്ലെ, ഇത്. ദാലിക്ക എന്ന് പറഞ്ഞാൽ ദാലിക്ക അല്ലെ, നമ്മൾ ദൂരെ ഉള്ളതിന് അത് എന്ന് പറയും നമ്മൾ. എന്നതുപോലെ ഹുന ഇവിടെ, അവിടെ എന്നുള്ളതിന് ഹുനാക്ക, ഹുന, ഹുനാക്ക. ഓക്കെ, അപ്പൊ മാഷ് ചോദിക്കാണ് കൈഫ വസൽത ഹുന, അപ്പൊ നീ ഇവിടെ എങ്ങനെ എത്തിയത്? ഒറ്റക്കല്ലേ, ഒറ്റക്ക് നീ ഇവിടെ എങ്ങനെ എത്തി? അപ്പൊ സാലിം എന്ത് പറയാണ്? ഫിൽ ഹാഫിലത്തി, അവനെങ്ങനെ വന്നത്? ഫിൽ ഹാഫിലത്തി മഅൽ ഉമ്മി വൽ അബി, കരഞ്ഞുകൊണ്ടിരിക്കണില്ലേ പാപം. ഫിൽ ഹാഫിലത്തി മഅൽ ഉമ്മി വൽ അബി, ഹാഫിലത്തുൻ, ഹാഫിലത്ത് എന്ന് പറഞ്ഞാൽ അയ്വ, വെരി ഗുഡ്. അപ്പൊ ബസ്സിൽ ഒറ്റക്ക് വന്നതാണോ? അല്ല. മഅൽ ഉമ്മി വൽ അബി, ഉമ്മ അബ് അറിയാലോ നമുക്ക്, ഉമ്മയും ഉപ്പയും, മഅ, ഉമ്മയുടെയും ഉപ്പയുടെയും മഅ, അയ്വ, വെരി ഗുഡ്. എന്താണ്? ഉമ്മയുടെയും ഉപ്പയുടെയും കൂടെ വന്നു. അപ്പൊ ഉമ്മാന്റെ ഉപ്പാന്റെയും കൂടെ ബസ്സിലാണ് ഇവിടം വരെ വന്നത്. അപ്പൊ മാഷി ചോദിക്കാണ് ഐന ഹുമ, ഐന ഹുമ, അയ്വ, ഐന എവിടെ, ഹുമ അവർ രണ്ടുപേരും. അപ്പൊ അവർ രണ്ടുപേരും എവിടെ പോയി? സാലിം പറയണ ലാ അതിരി, ലാ അതിരി എനിക്കറിയുകയില്ല. അവന്റെ കൂടെ റെയിൽവേ സ്റ്റേഷൻ വരെ വന്നു എന്നത് അവന് ഓർമ്മയുണ്ട് അല്ലെ, പിന്നെ അവരെവിടെ പോയി എന്നുള്ളത് അവൻ അറിയില്ല. അപ്പൊ മാഷി ചോദിച്ചു ഐന ബൈത്തുക, ഐന ബൈത്തുക, ബൈത്തുൻ അയ്വ വീട്. വീട് എന്നുള്ളതിന് വേറെ വാക്ക് പറയാൻ പറ്റും, അറബിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ബൈത്തുൻ എന്നല്ലാതെ വീടിന് നിങ്ങൾ പഠിച്ചിട്ടുള്ള വേറെ പേര് അയ്വ, അഹ്സൻത, അഹ്സൻത എന്താണ്? മൻസിലുൻ. ബൈത്തുൻ അതേ അർത്ഥമാണ് മൻസിലുൻ. വേറെ കുറെ വാക്കുകളുണ്ട് അല്ലേ, വേറെ വാക്കുകളുണ്ട്, മസ്കന്, ദാറുൻ, അങ്ങനെയൊക്കെ വാക്കുകളുണ്ട്. ഐന ബൈത്തുക, ഐന എവിടെ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, എവിടെയാണ് ബൈത്തുൻ വീട്. ആര് വീട്? ബൈത്തുക്ക. മാഷി ചോദിക്കാണ് ബൈത്തുക്ക, നിന്റെ വീട് എവിടെയാണ് അല്ലെ. ഉമ്മയും ഉപ്പയും കൂടെ ഉണ്ടായിരുന്നു കുറച്ച് മുമ്പ് വരെ, ഇപ്പൊ എവിടെയെന്ന് അറിയില്ല. അപ്പൊ ചോദിക്കാണ് മാഷ് ഐന ബൈത്തുക്ക, എവിടെ മോനെ എന്റെ വീട്? ഐന ബൈത്തു സാലിം, സാലിമിന്റെ വീട് എവിടെ നോക്കൂ. ഫി തൃശൂർ, ഫി തൃശൂർ, മനസ്സിലായല്ലോ അല്ലെ. ഓക്കെ, തൃശൂരാണ് അവന്റെ വീട്. ഇപ്പൊ ഹാമിദ് മാഷ് നല്ല മാഷാണ്. സാലിമിന്റെ അവസ്ഥ മനസ്സിലായപ്പോ ഹാമിദ് മാഷ് എന്താ ചോദിച്ചു നോക്കൂ. ഹൽ തനാവൽതൽ ഫതൂർ, ഹൽ തനാവൽതൽ ഫതൂർ, ഹൽ തനാവൽത. തനാവല എന്ന് പറഞ്ഞാൽ അക്കല എന്നർത്ഥം, രണ്ടും ഒരേ അർത്ഥമാണ് കേട്ടോ. തനാവല അതേ അർത്ഥാണ് അക്കല. അപ്പൊ തനാവൽത എന്ന് പറഞ്ഞാൽ അക്കൽത്ത, നീ കഴിച്ചു. ഹൽ തനാവൽത, നീ കഴിച്ചിട്ടുണ്ടോ. ഹൽ ഉണ്ടോ അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ചോദ്യ വാക്കാണല്ലേ, ചോദ്യത്തിന്റെ വാക്കാണ് ഹൽ. ഇപ്പൊ നമ്മൾ എന്തൊക്കെ വാക്ക് പഠിച്ചു നോക്കും. കൈഫ, ഐന, ഹൽ, ഇതൊക്കെ ഇപ്പൊ നമ്മുടെ ഈ സംഭാഷണത്തിൽ വന്നാണ് അല്ലെ. ഐന എവിടെ, കൈഫ എങ്ങനെ, ഹൽ ഉണ്ടോ. നേരത്തെ ഒരു അ പറഞ്ഞില്ലേ, അൻത ആണോ. ഇതൊക്കെ ചോദ്യത്തിന്റെ വാക്കുകളാണ് അല്ലെ, ഒരാൾ ചോദ്യം ചോദിക്കാനുള്ള വാക്കുകളാണ്. ഹൽ തനാവൽത, നീ കഴിച്ചിട്ടുണ്ടോ. എന്ത്? അൽ ഫതൂർ. എന്തായിരിക്കും ഫതൂർ എന്ന് പറഞ്ഞാല്? ഭക്ഷണം. ഓക്കെ, വെരി ഗുഡ്. ഭക്ഷണം ആണ്
ഭക്ഷണത്തിന് നമ്മൾ പൊതുവായി പറയുന്ന പേരാണ് ത്വആമുൻ. എന്താണ്? ത്വആമുൻ. നമ്മള് രാവിലെ കഴിക്കുന്ന ഭക്ഷണത്തിന് ഒരു പേര്, ഉച്ചക്ക് കഴിക്കുന്നതിന് വേറെ പേര്, രാത്രി കഴിക്കുന്നതിന് വേറെ പേര്, അങ്ങനെയൊക്കെ അല്ലേ? രാവിലെ കഴിക്കുന്നതിന് നമ്മൾ എന്താ പറയല്? അയ്യവ ബ്രേക്ക്ഫാസ്റ്റ്. വെരി ഗുഡ്. മലയാളത്തിൽ എന്താ പറയാ? ബ്രേക്ക്ഫാസ്റ്റിന് മലയാളത്തിൽ എന്താ പറയാ? പ്രാതൽ. കേട്ടോ, പ്രഭാതത്തിൽ കഴിക്കുന്ന ഭക്ഷണമാണ് പ്രാതൽ. അതിന്റെ അറബി പേരാണ് ഫത്തൂർ. ഓക്കെ, പുതിയ വാക്ക് പഠിച്ചില്ലേ? ഹൽ തനാവൽതൽ ഫത്തൂർ. നീ പ്രാതൽ കഴിച്ചിട്ടുണ്ടോ മോനെ? അല്ലെ, മാഷ് രാവിലെ സ്കൂളിലേക്ക് പോകുന്ന വഴിക്കാണല്ലേ, അപ്പൊ രാവിലെയാണ്. അപ്പൊ ചോദിക്കാണ്, നീ പ്രാതൽ കഴിച്ചിട്ടുണ്ടോ മോനെ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടോ? സാലിം എന്താ മറുപടി പറഞ്ഞു നോക്കൂ? ഇല്ല. കഴിച്ചിട്ടുണ്ടോ? ഇല്ലല്ലേ, പാവം കഴിച്ചിട്ടില്ല, കഴിച്ചിട്ടില്ല. അപ്പൊ സാലിം പ്രാതൽ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഹമീദ് മാഷ് എന്താ പറഞ്ഞു നോക്കൂ? ഹയ്യ നുഫ്തിർ. ഹയ്യ നുഫ്തിർ. ഹയ്യ. ഹയ്യ എന്ന് പറഞ്ഞാൽ ഹയ്യ, അയ്യ വരൂ, വരൂ, വാ. ഹയ്യ വരൂ. നുഫ്തിർ നേരത്തെ പറഞ്ഞു ഫത്തൂർ, പ്രാതൽ. നുഫ്തിർ നമുക്ക് പ്രാതൽ കഴിക്കാം. നുഫ്തിർ. ഹയ്യ നുഫ്തിർ. വാ മോനെ, നമുക്ക് പ്രാതൽ കഴിക്കാം, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഹാമിദ് മാഷ് ആ പാവം ആ മോനെ അടുത്ത് വിളിച്ചിട്ട് പറയാണ്, വാ മോനെ വാ, നമുക്ക് പോയിട്ട് പ്രാതൽ കഴിക്കാം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. നമുക്കൊരാൾ ഉപകാരം ചെയ്താൽ നമ്മൾ എന്താ പറയാ? നമുക്കൊരാൾ എത്ര നിസ്സാരമായ ഉപകാരം ചെയ്താലും ശരി, നമ്മള് അവരോട് തിരിച്ച് നമ്മൾ എന്ത് പറയണം? അയ്യവാ നന്ദി പറയണല്ലേ. നല്ല മോൻ. ഓക്കെ, വെരി ഗുഡ്. നന്ദി പറയണല്ലേ. അറബിയിൽ നമ്മൾ എങ്ങനെ നന്ദി പറയല്? അറബിയിൽ നമ്മൾ ഒരാളോട് എങ്ങനെ നന്ദി പറയാ? അയ്യവാ വെരി ഗുഡ്, മോൾ ഉഷാറാണ്. എന്താണ്? ശുക്രൻ അല്ലേ, ശുക്രൻ. നോക്കൂ നിങ്ങള്. അപ്പോ വിശന്ന് നിൽക്കുന്ന സാലിമിന് ഹാമിദ് മാഷ് വാ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിത്തരാ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്ന് പറഞ്ഞപ്പോ സാലിം എന്ത് പറഞ്ഞു? ശുക്രൻ, ശുക്രൻ. നന്ദി ഉണ്ട് അല്ലേ, നന്ദി. അങ്ങനെ അവര് പോയിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ഹാമിദ് മാഷ് ചോദിക്കാണ് അവനോട്, അല്ലെ, കുറെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു അല്ലെ. റെയിൽവേ സ്റ്റേഷൻ തന്നെ അവനെ അടുത്ത് വിളിച്ച് ഒരുപാട് കാര്യങ്ങൾ ഹാമിദ് മാഷ് ചോദിച്ചറിഞ്ഞു. അങ്ങനെയാണ് അവനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നത്. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഹാമിദ് മാഷ് ചോദിക്കാണ് അവനോട്, ബുനയ്യ ഹൽ ഇൻദക റഖമു ടെലിഫോൺ. ബുനയ്യ ഹൽ ഇൻദക റഖമു ടെലിഫോൺ. ബുനയ്യ. ബുനയ്യ എന്ന വാക്ക് കേട്ടിട്ടുണ്ടോ? വിശുദ്ധ ഖുർആനിൽ സൂറത്തു ലുഖ്മാനിൽ വന്നിട്ടുണ്ട്. ലുഖ്മാൻ അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ മോനെ വിളിക്കുന്നുണ്ട് ബുനയ്യ. ഇബിന് കേട്ടില്ലേ? ഇബിൻ അയ്യവ മോൻ, മകൻ അല്ലെ, മകൻ. ബുനയ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ പൊന്നു മോനെ എന്ന് പറയില്ല, മോനെ, പൊന്നു മോനെ. അപ്പൊ ബുനയ്യ എന്റെ മോനെ. അപ്പൊ സ്നേഹത്തോടെ വിളിക്കാണ് ഹാമിദ് മാഷ്, എന്റെ പൊന്നു മോനെ. ഹൽ ഇൻദക റഖമു ടെലിഫോൺ. ഹൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ഹൽ തനാവൽത നീ കഴിച്ചിട്ടുണ്ടോ. അപ്പൊ ഹൽ എന്ന് പറഞ്ഞാൽ ഉണ്ടോ. ഇവിടെ ഹൽ ഉണ്ടോ. ഇൻദക, ഇൻദക നിന്റെ അടുത്ത്. അപ്പൊ നിന്റെ അടുത്ത് എന്തുണ്ടോ? റഖമുൻ. റഖം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. റഖം എന്ന് പറഞ്ഞാൽ നമ്പർ, നമ്പർ. റഖമുൻ നമ്പർ. നിന്റെ അടുത്ത് നമ്പർ ഉണ്ടോ? എന്ത് നമ്പർ? ആ ടെലിഫോൺ. അയ്യോ, നിന്റെ അടുത്ത് ടെലിഫോൺ നമ്പർ ഉണ്ടോ? ആരെ ഫോണായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? വെരി ഗുഡ്. ആരുടെയാണ്? അവന്റെ മാതാപിതാക്കൾ നമ്പർ അല്ലെ, ഉമ്മാന്റെ ഉപ്പാന്റെ നമ്പർ ഉണ്ടോ എന്ന് മാഷ് ചോദിച്ചു. ഹൂ അതാ മാഷി ചോദിച്ചു, സാലിമ നിന്റെ അടുത്ത് മോനെ നിന്റെ കയ്യില് ഫോൺ നമ്പർ ഉണ്ടോ? അപ്പൊ സാലിം എന്ത് പറഞ്ഞു? ഹൂ അതാ, ഇതാ, ഇതാ അത്. ഹുവ ദാ, ഇതാ അത്. അതായത് എന്താണ്? മാഷേതാ നമ്പർ എന്ന് പറഞ്ഞാൽ അവൻ നമ്പർ കൊടുത്തു. അപ്പോ നമ്പർ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഹാമിദ് മാഷ് പറയാണ്, സഅത്തസിലു ബി അബീക ലാ തഹ്സൻ അന മഅക. സഅത്തസിലു ബി അബീക ലാ തഹ്സൻ അന മഅക. അന മഅക. നമ്മുടെ പാഠത്തിന്റെ ഹെഡിങ് അതായിരുന്നു അല്ലെ. നമ്മൾ അപ്പൊ അർത്ഥം പറയാതെ പോയതാണ്. എന്തായിരിക്കും? അപ്പൊ ഹാമിദ് മാഷ് സാലിമിന്റെ തോൾ തട്ടിയിടുങ്ങ പറയാണ്,
സഅത്തസിലു ബി അബീക. സഅത്തസിലു ഞാൻ ബന്ധപ്പെടാം, അല്ലെങ്കിൽ ഞാൻ വിളിക്കാം. നമ്മൾ ഫോൺ വിളിക്കുന്നതാണ് ഇത്തസില എന്ന് പറയട്ടോ. സഅത്തസിലു ഞാൻ ബന്ധപ്പെടാം. ആരെ? ബി അബീക. അബുൻ ഉപ്പ, അബൂക്ക നിന്റെ ഉപ്പ. ബി അബീക ഞാൻ നിന്റെ ഉപ്പയെ ബന്ധപ്പെടാം. അതുകൊണ്ട് ലാ തഹ്സൻ, അല്ലെ മോനെ പുറത്ത് കൊട്ടിയിട്ട് ഇങ്ങനെ ആശ്വസിപ്പിച്ച് പറയണം. ലാ തഹ്സൻ. അയ്യോ വെരി ഗുഡ്, വെരി ഗുഡ്. എന്താണ്? വിഷമിക്കണ്ട കേട്ടോ, സങ്കടപ്പെടണ്ട കേട്ടോ, അല്ലെ വിഷമിക്കണ്ട. ലാ തഹ്സൻ നീ വിഷമിക്കണ്ട. അനമാക്ക ഞാൻ ഉണ്ട് മോനെ എന്റെ കൂടെ, അല്ലെ ഞാൻ നിന്റെ കൂടെ ഉണ്ട്, വിഷമിക്കണ്ട. അപ്പൊ സാലിം മറുപടി പറയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമുക്കൊരാള് ഉപകാരം ചെയ്താൽ നമ്മൾ എന്താ പറയാ? ശുക്രൻ പറയും അല്ലെ. അതിന്റെ ഒന്നും കൂടി നല്ല രീതിയിലാണ് അടുത്ത സാലിം മറുപടി പറഞ്ഞത് അല്ലെ. നേരത്തെ ഭക്ഷണം വാങ്ങി തരാന്ന് പറഞ്ഞപ്പോ സാലിം ശുക്രൻ പറഞ്ഞു അല്ലെ. ഇതിപ്പോ അവൻ കുടുങ്ങിയ സമയത്ത് ഫോൺ നമ്പറൊക്കെ അവന്റെ അടുത്ത് വാങ്ങി, നീ വിഷമിക്കണ്ട നിന്റെ കൂടെ ഞാൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചപ്പോ സാലിം പറഞ്ഞ മറുപടി നോക്കൂ. ജസാക്കല്ലാഹു യാ അമ്മി, ജസാക്കല്ലാഹു യാ അമ്മി. നന്ദി പറഞ്ഞതാണ് അല്ലെ. അവൻ അത്രയും സഹായിച്ചതിന് ഹമീദ് മാഷോട് നന്ദി പറഞ്ഞു. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ശുക്രൻ എന്നല്ല പറഞ്ഞത്, അതിനേക്കാൾ മികച്ച രീതിയിലാണ്. അത്രയും സന്തോഷമായിട്ടുണ്ട് സാലിമിന്. എന്താ പറഞ്ഞത്? ജസാക്കല്ലാ, അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ, അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ. ഓക്കെ അല്ലെ, ഒരു പ്രാർത്ഥനയാണ് അല്ലെ. അപ്പോ ഉപകാരം ചെയ്തപ്പോ ഹാമിദ് മാഷ്ക്ക് വേണ്ടി സാലിം പ്രാർത്ഥിക്കാണ്, ദൈവം നിങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ. യാ അമ്മി, അപ്പൊ നേരത്തെ പറഞ്ഞല്ലേ കാക്ക, കാക്ക നിങ്ങൾക്ക് അള്ളാഹു അല്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവം പ്രതിഫലം നൽകട്ടെ. അങ്ങനെ എന്ത് ചെയ്തു? ഹാമിദ് മാഷ് കയ്യിൽ ഇപ്പൊ എന്തുണ്ട്? സാലിമിന്റെ ഉപ്പാന്റെ ഫോൺ നമ്പർ ഉണ്ട് അല്ലെ. അങ്ങനെ ഹാമിദ് മാഷ് ഫോണൊക്കെ എടുത്തിട്ട് ഫോൺ വിളിക്കാണ്. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും? എന്തൊക്കെയായിരിക്കും ഹാമിദ് സാലിമിന്റെ ഉപ്പാനോട് പറഞ്ഞിട്ടുണ്ടാവുക? എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടാവും? നമുക്ക് നോക്കണ്ടേ അല്ലേ? അപ്പോ സാലിമിന്റെ ഉപ്പയെ ഹാമിദ് മാഷ് ഫോണിൽ വിളിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്കുള്ള ചെറിയ ഒരു വർക്ക് അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്ക് എന്ത് ചെയ്യണം? ഹാമിദ് മാഷും സാലിമിന്റെ ഉപ്പയും തമ്മിൽ ഫോണിലൂടെ നടത്തിയിട്ടുള്ള സംഭാഷണം നമ്മളൊന്ന് ചെറുതായിട്ട് ഉണ്ടാക്കി നോക്കണം. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും? ഹലോ, ഇത് സാലിമിന്റെ ഉപ്പയല്ലേ? ഞാൻ ഇങ്ങനെ ഒരാളാണ് അല്ലെ, എന്റെ പേര് ഹാമിദാണ്, ഞാൻ ഒരു മാഷാണ്, നിങ്ങളുടെ മകൻ സാലിം എന്റെ കൂടെ ഉണ്ട്, നിങ്ങളിപ്പോ എവിടെയാണുള്ളത്, നിങ്ങൾ എവിടെ പോയി, എങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെറിയ ഒരു ഫോൺ സംഭാഷണം നമ്മൾ എഴുതണം. നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞതുപോലെ നിങ്ങൾ അറബിക്കിന്റെ നോട്ട്ബുക്കിൽ നല്ല ഭംഗിയായിട്ട് വൃത്തിയിൽ എഴുതുക. അത് നിങ്ങൾ നിങ്ങളുടെ അറബിക് ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഈ വീഡിയോക്ക് താഴെ നിങ്ങൾ കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്താലും മതി, മാഷ് അത് നോക്കിയിട്ട് ശരിയാക്കി തരാം. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മുടെ സാലിമിന് എന്ത് സംഭവിച്ചു, എവിടെ എത്തി, ഹമീദ് മാഷ് എന്ത് ചെയ്തു, ഈ കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് പഠിക്കാം. അപ്പൊ നിങ്ങൾ ഇന്നെടുത്ത ഭാഗം നന്നായിട്ട് വായിക്കുക, കൃത്യമായിട്ട് വായിച്ച് പഠിക്കുക, ആശയം മനസ്സിലാക്കുക. സംശയങ്ങളുള്ളത് നിങ്ങളുടെ അറബിക് ടീച്ചറുമായിട്ട് ബന്ധപ്പെടുക. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.